Dear students, today we are going to discuss about Poisson distribution. Last ക്ലാസ്സിൽ നാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് പഠിച്ചിരുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു n, അതായത് നമ്പർ ഓഫ് ട്രയൽസ് മസ്റ്റ് ബി ഫിക്സ്ഡ് ആൻഡ് ഫൈനൈറ്റ്. കൃത്യമായിട്ട് നമുക്കറിയണം എത്ര എണ്ണമാണ് നമ്പർ ഓഫ് ട്രയൽസ് എന്നുള്ളത്. ഓക്കെ, but there are many cases where the number of trials cannot be precisely counted. നമ്മുടെ ജീവിതത്തിൽ ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്, നമ്പർ ഓഫ് ട്രയൽസ് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണമായി ഒരു പ്രത്യേക സ്ഥലത്ത് റോഡ് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള എത്ര റോഡ് ആക്സിഡൻറ്റ് നടന്നു ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത്. ഉദാഹരണമായി നമ്മുടെ കോളേജിൻ്റെ സമീപത്ത് മടപ്പള്ളി കോളേജിനടുത്ത് അല്ലെങ്കിൽ മടപ്പള്ളി കോളേജിൻ സ്റ്റോപ്പിനും നാദാപുരം റോഡ് സ്റ്റോപ്പിനും ഇടയിൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്ത് നടന്ന ആക്സിഡൻറ്റുകളുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എത്ര വാഹനങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെ അതുവഴി കടന്നു പോയപ്പോഴാണ് ഇത്രയും എണ്ണം ആക്സിഡൻറ്റ് നടന്നത് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എത്ര വാഹനങ്ങൾ അതുവഴി കടന്നുപോയി എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിലുള്ള ധാരാളം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമ്പർ അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ n എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. n കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഇനി ആ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. Poisson distribution, you know, Poisson distribution is a discrete probability distribution. And this Poisson distribution was designed by a French mathematician, Simon Denis Poisson. അതുകൊണ്ടാണ് ആ ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. സൈമൺ ഡെന്നിസ് പോയ്സോൺ എന്ന ഫ്രഞ്ച് മാത്തമെറ്റീഷ്യനാണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിസൈൻ ചെയ്തത്. Poisson distribution is a limiting case of binomial distribution. Binomial distributionന്റെ ഒരു ലിമിറ്റിംഗ് കേസാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷേ when n is very large, n കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത തരത്തിൽ ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റ് ആണ്, വളരെ വലിയ ഒരു നമ്പറാണ്. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ n എന്ന് പറയുന്ന ഫൈനൈറ്റ് ആണ്, പക്ഷേ ആ n ഇൻഫിനിറ്റ് ആകുന്ന സമയത്ത് n ഈസ് വെരി വെരി ലാർജ്, വളരെ വലിയതാകുന്ന സമയത്ത് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ n വെരി ലാർജ് എന്ന് പറയുന്ന സമയത്ത് n അത്രയും കൂടുതലാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്നുള്ളത് വളരെ വളരെ മൈന്യൂട്ടായി മാറും. ശരിയല്ലേ? n കൂടുന്നതിനനുസരിച്ച് ആക്സിഡൻറ്റ്, ഇപ്പം 1000 വാഹനങ്ങൾ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ P എന്ന് പറയുന്നത് 1000-ൽ 1 എന്നാൽ വാഹനങ്ങളുടെ എണ്ണം 1,00,000 ആകുന്ന സമയത്ത് 1,00,000-ൽ 1 P എന്ന് പറയുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ വളരെ വളരെ കുറഞ്ഞു വരും. n കൂടുന്നതിനനുസരിച്ച് പിയുടെ വാല്യൂ വളരെ വളരെ കുറഞ്ഞു വരും, അത് 0യോട് അടുത്തടുത്ത് വരും. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Poisson distribution is actually a limiting case of binomial distribution when n is very large and p is very very small. Okay, and Poisson, what is the definition of Poisson distribution? Poisson distribution can be defined as a discrete random variable. നമുക്കറിയാം Poisson distribution is a discrete probability distribution. Okay, a discrete random variable, say R, is said to follow Poisson distribution if its PDF, probability density function, is P of R equal to e raised to minus m into m raised to r divided by r factorial.
ഈ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആർ എന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നുവെങ്കിൽ നമുക്കത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇതായിരിക്കണം. ഏത്? പി ഓഫ് ആർ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. എന്തായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ? പി ഓഫ് ആർ ഈക്വൽ ടു എൻ സി ആർ പി റൈസ് ടു ആർ ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ എന്നായിരുന്നു. എന്നാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ഓഫ് ആർ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ്. ഹിയർ എൻ ഈസ് ഇൻഫിനിറ്റ്. എൻ വളരെ വലുതാണ് എങ്കിലും അവിടെ നമ്പർ ഓഫ് സക്സസ് ഉണ്ടല്ലോ, ആ നമ്പർ ഓഫ് സക്സസിനെയാണ് ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ആർ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സക്സസ് തന്നെയായിരുന്നു, അത് തന്നെ ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ ഇ എന്നൊരു ഒരു ലെറ്റർ കാണുന്നുണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതൊരു ഇല്ലോജിക്കൽ നമ്പറാണ്. അതിൻ്റെ വാല്യൂ 2.7183 എന്നാണ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, 2.7183 ആണ് ഇയുടെ വാല്യൂ എന്ന് ഓർക്കുക. ഇയുടെ വാല്യൂ എത്രയാണ്? 2.7183. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് എന്താ? എം ആണ്. എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെങ്കിൽ എൻ പി എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ എൻ പി ആണ് ഇവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ആറാണ് ഫാക്ടോറിയൽ. ഓക്കെ, ആർ ഇവിടെയുള്ള ആറ് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് സത്യത്തിൽ ഈ എം മാത്രമേ അറിയേണ്ടതുള്ളൂ. എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറിയാം. എം ആണ് ഇവിടെ ആറ് നമ്പർ ഓഫ് സക്സസ് ആണ്, അത് അറിയാം, ആറ് ഫാക്ടോറിയൽ. അപ്പോൾ എം മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് ഓർക്കേണ്ടത്. അതായത് ഒറ്റൊരു പാരാമീറ്റർ അല്ലെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആക്ച്വലി എ സിംഗിൾ പാരാമീറ്റർ, ആസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സിംഗിൾ പാരാമീറ്റർ എന്ന് പറയാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു, എന്നും പിയും. എന്നും പിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ എം എന്ന ഒറ്റ പാരാമീറ്റർ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും എഴുതാൻ സാധിക്കും. ഓക്കെ, നോക്കൂ, സിറ്റുവേഷൻസ് വേർ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ്. എപ്പോഴൊക്കെയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് കേസ്, ദി നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്. ഞാൻ സൂചിപ്പിച്ചു എന്നിൻ്റെ വാല്യൂ വളരെ കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലേക്ക് എത്തുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ഈസ് വെരി സ്മോൾ. പി എന്ന് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞിരുന്നല്ലോ, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ സിംഗിൾ ട്രയൽ, ദാറ്റ് ഈസ് വെരി സ്മോൾ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ് പി ടെൻസ് ടു 0, 0യോട് അടുത്ത് വരുന്നു. അപ്പോൾ പി 0യുടെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്കറിയാം പിയും ക്യൂവും ചേർന്നാലാണ് 1. ഇത് 0യുടെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ക്യൂ ടെൻസ് ടു 1, ക്യൂ 1നോട് അടുത്ത് വരുന്നു. കാരണം പിയും ക്യൂവും ചേർന്നാൽ 1 ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ, ദി മീൻ ഈസ് ഫൈനൈറ്റ്. മീൻ ഫൈനൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു പി എന്ന് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കുന്ന ആ വാല്യൂ ഫൈനൈറ്റ് ആണ്. ഇത് വളരെ വലിയ എമൗണ്ട് ആണെങ്കിലും പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്. ദെൻ ഫോർത്ത് വൺ, പി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. പി കോൺസ്റ്റൻ്റ് അല്ല, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഓക്കെ, നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തും ഡൈ ത്രോ ചെയ്യുന്ന സമയത്തൊക്കെ സിംഗിൾ ട്രയലിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഇവിടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഈ പി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പി കോൺസ്റ്റൻ്റ് അല്ല. ഈ ഒരു 4 സിറ്റുവേഷനിലാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്.
Poisson distribution has a single parameter. അതും തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു അത് m ആണ് ആ സിംഗിൾ പാരാമീറ്റർ. When m is known, all the terms of Poisson distribution can be found out. അപ്പോൾ m മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി എല്ലാ ടേംസും നമുക്ക് എഴുതാൻ സാധിക്കും Poisson distributionൻ്റെ. ഓക്കെ. Then third property, in Poisson distribution mean, അതായത് m is equal to variance. മീനും വേരിയൻസും സെയിം ആണ് എന്നുള്ളതാണ് Poisson distributionൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി. മീൻ ഈക്വൽ ടു വേരിയൻസ്. ഓക്കെ. എന്നാൽ നേരത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മീൻ എന്ന് പറഞ്ഞാൽ എൻ പി ആണ്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ പി ക്യൂ ആയിരുന്നു, സെയിം ആയിരുന്നില്ല. മീൻ എൻ പിയും വേരിയൻസ് എൻ പി ക്യൂ ആയിരുന്നു. എന്നാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസും സെയിം ആണ്, അതായത് എം എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ. ഇൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് എം. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ. ഇപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്, മീൻ എന്ന് പറഞ്ഞാൽ എം ആണ്. എം എന്ന സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്, എം എന്ന ലെറ്റർ ഉപയോഗിച്ച്. അപ്പോൾ റൂട്ട് എം ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആവാം, പോയ്സോൺ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആവാം, അതേപോലെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആവാം. ഈ മൂന്ന് രീതിയിലും ആകാമായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓർക്കുക, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഓക്കെ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, മറന്നുപോകരുത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും ആവാം, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും ആകാം, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും ആകാമായിരുന്നു. എന്നാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ദെൻ സിക്സ്ത് ആൻഡ് ലാസ്റ്റ് വൺ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. വെൻ ദി നമ്പർ ഓഫ് ട്രയൽസ് n in a binomial distribution is very large and p is very small, then the binomial distribution will become Poisson distribution. Okay. Binomial distribution de n very large ആവുക, p very small ആവുക, ആ സമയത്ത് ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയി മാറും. അതുകൊണ്ടാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നാം വിളിക്കുന്നത്. ഓക്കെ. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഫോളോസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എം ഈക്വൽ ടു 2. ഞാൻ പറഞ്ഞു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു കാര്യം എമ്മിൻ്റെ വാല്യൂ അറിയണം, പിന്നെ ഏത് ടേം വേണമെങ്കിലും എഴുതാം. ഇവിടെ എന്താ പറഞ്ഞത്? ഫൈൻഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഈക്വൽ ടു 0, 2 പി ഓഫ് എക്സ് ഈക്വൽ ടു 1, 3 പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ഫോർത്ത് വൺ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 0. എന്തായിരുന്നു പി ഓഫ് എക്സ്? ഫോർമുല എന്തായിരുന്നു പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് ആർ എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ്, അല്ലെങ്കിൽ ഇവിടെ ആർ ആണെങ്കിൽ എം റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് ഫാക്ടോറിയൽ. ദിസ് ഈസ് ദി പി ഡി എഫ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഇപ്പോൾ ഇവിടെ എം മാത്രമേ അറിയേണ്ടതുള്ളൂ. എം അറിയാം. ഇവിടെ എത്ര എം തന്നിരിക്കുന്നത്? 2 ആണ്. അപ്പോൾ നമ്മളിതിൽ എമ്മിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു എം റേസ് ടു 0, 2 റേസ് ടു 0. ഓക്കെ. ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇ റേസ് ടു -2 എന്ന് കാണുന്നുണ്ടല്ലോ. ഈ ഇ റേസ് ടു -2ൻ്റെ വാല്യൂ, ഇയുടെ വാല്യൂ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇ റേസ് ടു -2 എന്നുള്ളതിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉപയോഗിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിങ്ങൾക്ക് കാണാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും അതുപോലെ അതിന് താഴെയായിട്ട് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് ഓഫ് ഇ റേസ് ടു -m എന്ന് കാണാം. നിങ്ങൾ ആ ടേബിൾ എടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ ഇവിടെ ഇ റേസ് ടു -m എന്നാണല്ലോ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന ടേബിളിനകത്ത് ഫസ്റ്റ് കോളത്തിൽ തന്നെ എം എന്ന് കാണാം. എമ്മിന്
താഴെ 0, 1, 2, 3, 4, 5 അങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കുക എം എന്ന് എഴുതിയിട്ടുള്ളതിന് നേരെ ഇവിടെ വന്നത് e⁻² എന്നാണ്. അപ്പോൾ നമ്മൾ 2ന് നേരെ ഉള്ള വാല്യൂ 2 എന്ന് പറഞ്ഞാൽ 2.0 ആണല്ലോ. അപ്പോൾ 2 എന്ന വാല്യൂവിന് നേരെ 0 എന്ന കോളത്തിലുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇവിടെ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് e⁻²ൻ്റെ വാല്യൂ കിട്ടുന്നത് 0.1353 എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കണം. 0.1353 എവിടെയാണ് ടേബിളിൽ എന്ന് നോക്കുക. അപ്പോൾ അത് നോക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു 0.1353. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0.1353 ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഇവിടെ 0 ആണ്, ഇവിടെ 0 കൊടുത്ത സ്ഥലത്തൊക്കെ 1 കൊടുക്കണം. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 e⁻²2 ഇൻറ്റു 2⁻1 ആണ്. ഇവിടെ 1 ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അപ്പോൾ e⁻²ൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞു 0.1353 ഇൻറ്റു 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെ ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 0.2706 കിട്ടും. ഓക്കെ, then p of x less than or equal to 2. less than or equal to 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 2 2ൽ കുറവോ. ഓക്കെ, അപ്പോൾ p of x equal to 2 വരാം, പ്ലസ് p of x equal to 1 വരാം, പ്ലസ് p of x equal to 0. അപ്പോൾ ഇവിടെ p of x 0യും p of x 1ഉം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് p of x equal to 2 ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 നമ്മൾ e⁻² ഇൻറ്റു 2⁻2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വാല്യൂ 0.2706 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 0.1353യും അതുപോലെ തന്നെ 0.2706ഉം ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 0.6765 എന്ന് കിട്ടും. p of x less than or equal to 2 is equal to 0.6765. ഓക്കെ, മറ്റൊന്ന് നോക്കൂ. നാലാമത്തത് p of x greater than or equal to 2. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2ഓ അതിൽ കൂടുതലോ. 2ഓ അതിൽ കൂടുതലോ ആകുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നേരിട്ട്. 2ഓ അതിൽ കൂടുതലോ 2 വരാം, 3 വരാം, 4 വരാം, അങ്ങനെ എത്ര വരാം? എക്സ് എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് അതുവരെ സംഭവിക്കാം. പക്ഷെ അത് ഇൻഫിനിറ്റ് ആണ് താനും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് അങ്ങനെ എത്ര വേണമെങ്കിലും ആകാം. n വരെ ആകാം. n ആണെങ്കിൽ ഇൻഫിനിറ്റും ആണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇതിന് താഴെയുള്ള 2 അതിൽ കൂടുതലല്ലേ. അപ്പോൾ 2ന് താഴെയുള്ള, അതായത് 1 അതേപോലെ 0, ആ രണ്ട് പ്രോബബിലിറ്റിയും 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറയാം. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണല്ലോ. 1ൽ നിന്ന് ഇതിന് താഴെ വരുന്ന, 2ന് താഴെ വരുന്ന 1ഉം 0യും, അതായത് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2, 2ൽ കുറവ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഈ രണ്ട് പ്രോബബിലിറ്റിയും ടോട്ടൽ ചെയ്ത് 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? ഇത് 0.2706. പി ഓഫ് എക്സ് 0യും കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.1353 ആണ്. അത് രണ്ടും ടോട്ടൽ ചെയ്ത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0.5951 ആണ് പ്രോബബിലിറ്റി വരിക. ഏതിൻ്റെ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ. ഓക്കെ, ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. It is known from past experience that in a certain plant there are on an average 4 industrial accidents per month. Find the probability that in a given year there will be less than 3 accidents per month. Question ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ ആവറേജ് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ മന്ത് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് തന്നിട്ടുള്ളത്.
എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്. 3-ൽ കുറവ് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ പി ഓഫ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 2 ആവാം, 1 ആവാം, 0 ആകാം. ഇതെല്ലാം ടോട്ടൽ ചെയ്യണം. പി ഓഫ് ആർ ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 2. ഈ പ്രോബബിലിറ്റി എല്ലാം ടോട്ടൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പി ഡി എഫ്? എന്തായിരുന്നു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? എന്തായിരുന്നു? e raised to minus m into m raised to r divided by r factorial. അപ്പോൾ p of r equal to 0 ആകുമ്പോൾ e raised to minus m, e raised to minus 4 into 4 raised to 0 divided by r factorial, 0 factorial. ഓക്കെ, അതുപോലെ p of r equal to 1, അതുപോലെ p of r equal to 2. ഇത് സിംപ്ലിഫൈ ചെയ്ത് ടോട്ടൽ ചെയ്യുക. ആൻസർ 0.2379 വരും. ഓക്കെ, ഇവിടെ e raised to minus 4ൻ്റെ വാല്യൂ ആണ് 0.0183. നിങ്ങൾ ടേബിൾ നോക്കിയത് കണ്ടുപിടിക്കണം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എം എന്ന പേജിൽ നോക്കുക. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇ റൈസ് ടു മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 4.0 എന്നാണ്. 4 എന്ന് പറഞ്ഞാൽ 4.0 ആണ്. അപ്പോൾ 4 എന്ന് ആദ്യത്തെ കോളത്തിൽ 4ൻ്റെ വാല്യൂ എടുക്കുക, രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് 0 എന്നുള്ളത് 4.0 നോക്കുക. അപ്പോൾ 4-ന് നേരെ 0യ്ക്ക് നേരെയുള്ള വാല്യൂ എടുക്കുക. ആ വാല്യൂ നോക്കിയാൽ 0.0183 എന്ന് കാണും. ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ ടെലിഫോൺ എക്സ്ചേഞ്ച് റിസീവ്സ് ഓൺ ആൻ ആവറേജ് 4 കോൾസ് പെർ മിനിറ്റ്സ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് 2 ഓർ ലെസ് കോൾസ് പെർ മിനിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപ് ടു 4 കോൾസ് പെർ മിനിറ്റ്, മോർ ദാൻ 4 കോൾസ് പെർ മിനിറ്റ്. 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ആവറേജ് 4 കോൾസ് ആണ് പെർ മിനിറ്റ് വരുന്നത്. അപ്പോൾ ആവറേജ് കോൾസ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് 4 ആണ്. എം അറിയാമെങ്കിൽ നമുക്ക് എല്ലാ ടേംസും അറിയാമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 ഓർ ലെസ് കോൾസ് പെർ മിനിറ്റ്, 2ഓ അതിൽ കുറവോ. പി ഓഫ് ആർ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 1 ആവാം, പി ഓഫ് ആർ ഈക്വൽ ടു 0 ആകാം. ഓക്കെ, 2 ഓർ ലെസ് ആണ്. പി ഓഫ് ആർ ഈക്വൽ ടു 2 ആകാം, പി ഓഫ് ആർ ഈക്വൽ ടു 1 ആവാം, പി ഓഫ് ആർ ഈക്വൽ ടു 0 ആകാം. അപ്പോൾ പി ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, പി ഓഫ് ആർ ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 0. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നറിയാലോ. ഓക്കെ, ആ വാല്യൂ എല്ലാം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.2371 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പി ഓഫ് ആർ അപ് ടു 4 ആയിരുന്നു. 4 വരെ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എല്ലാം ടോട്ടൽ ചെയ്യും. നേരത്തെ ചെയ്ത അതേപോലെ വാല്യൂസ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്താൽ 0.6283 കിട്ടും. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ 4 ആണ്. 4-ൽ കൂടുതൽ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റിനേക്കാളും കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് 4-ൽ കൂടുതൽ എത്ര വരെയാകാം. അപ്പോൾ നമുക്ക് 4 + 5 + 6 + എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരേ ഒരു മാർഗം, പ്രോബബിലിറ്റി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ 4 കാണണമെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇത് ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ ഇതും അതിൽ കുറവുള്ളതും 4-ഉം 4-ൽ കുറവുള്ളത്. അപ്പോൾ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അത് 1-ൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടുപിടിക്കാത്തത് ഇതാ ഇവിടെ എല്ലാം കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ഇതാ ലെസ് ദാൻ, ഈ പ്രോബ്ലത്തിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അതിൻ്റെ 0.6283 വന്നിട്ടുണ്ട്. ആ 1-ൽ നിന്നത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 0.3717 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്യൂറിങ് 2 hours between 8 AM and 10 AM, on an average 1.5 number of phone calls per minute are reported in the switchboard of a company. Find the probability that during one particular minute in the said interval there will be no phone call at all. Exactly 3 calls, at least 4 calls. 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഇവിടെ എന്താണ് 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള സമയത്ത് ഒരു കമ്പനിയുടെ എന്താ പറയുന്നത് സ്വിച്ച് ബോർഡിൽ വരുന്ന കോളുകളുടെ ആവറേജ് നമ്പർ എന്ന് പറയുന്നത് 1.5 കോളാണ് വരുന്നത്. അപ്പോൾ എം എന്ന് പറയുന്നത് 1.5 ആണ്.
ഓക്കെ, എം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും, എല്ലാ ടേംസും കണ്ടുപിടിക്കാം. ഫസ്റ്റ് നോ ഫോൺ കോൾ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 0. പി ഓഫ് ആർ ഈക്വൽ ടു 0 ഇ റേസ് ടു മൈനസ് 1.5 ഇൻറ്റു 1.5 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇത് 1.5 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 1.5 മാത്രമേ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ ടേബിൾ നോക്കി കണ്ടുപിടിച്ചാൽ 0.2231 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 3 കോൾസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ ടു 3 പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക, ആറിൻ്റെ വാല്യൂ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, 0.1255 കിട്ടും. ഓക്കെ, മൂന്നാമത്തത് അറ്റ്ലീസ്റ്റ് 4 കോൾസ് എന്നാണ്. അറ്റ്ലീസ്റ്റ് 4 കോൾസ്, 4 കോളുകളെങ്കിലും, ഏറ്റവും ചുരുങ്ങിയ 4 വേണം. അപ്പം 4ൽ കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ 4ൽ കൂടുതലാവുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കുക? അറ്റ്ലീസ്റ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അതിൽ കൂടുതലോ ആകാം. അതിപ്പോൾ 4ൽ കൂടുതൽ എത്ര വരെയാകാം? എത്ര വേണമെങ്കിലാകാം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്താ? 1 മൈനസ് പി ഓഫ് ആർ ലെസ് ദാൻ 3. ഓക്കെ, പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ആർ ലെസ് ദാൻ 3. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുക, ടോട്ടൽ ചെയ്യുക, 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബുക്ക് കണ്ടെയ്ൻസ് 100 മിസ്പ്രിൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡംലി ത്രൂ ഇറ്റ്സ് 100 pages. What is the probability that a page observed at random contains at least 2 misprint? എന്താണ്? ഒരു ബുക്കിനകത്ത് 100 മിസ്പ്രിൻറ്റ്സ് ആണുള്ളത്, 100 പേജുകളുമാണുള്ളത്. ബുക്കിൽ 100 പേജ് ഉണ്ട്, പക്ഷേ 100 മിസ്പ്രിൻറ്റ് 100 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് 100 സ്ഥലത്ത് വന്നിട്ടുണ്ട്. What is the probability that a page observed at random contains at least 2 misprint? നമ്മൾ ആ ബുക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജ് റാൻഡം സെലക്ഷൻ നടത്തിയിട്ട് അതിൽ അറ്റ്ലീസ്റ്റ് 2 മിസ്പ്രിൻ്റ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എം തന്നിട്ടില്ല, അതായത് മീൻ തന്നിട്ടില്ല. മീൻ നമുക്ക് കണ്ടുപിടിക്കാം. 100 പേജാണ്, 100 മിസ്പ്രിൻ്റ് ആണ്. അപ്പോൾ ഒരു പേജിലുള്ള ആവറേജ് നമ്പർ ഓഫ് മിസ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചു. അപ്പോൾ പി ഓഫ് ആർ എന്താ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 മിസ്പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലാണ്. പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അത് കണ്ടുപിടിക്കുക. 1 മൈനസ് പി ഓഫ് ആർ ലെസ് ദാൻ 2. പി ഓഫ് ആർ ലെസ് ദാൻ 2 കണ്ടുപിടിച്ച 0.264 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. In the punching of 80 column cards, the average mistakes per card is 0.3. What percentage of cards will have no mistake, 1 mistake and 3 mistakes? 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഇൻ ദി പഞ്ചിങ് ഓഫ് 80 കോളം കാർഡ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള 80 കോളം കാർഡാണ്. അപ്പോൾ 80ക്ക് യാതൊരു പ്രാധാന്യമില്ല, 80 കോളം ഉള്ളൊരു കാർഡാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എംപ്ലോയീസ് സ്ഥാപനത്തിൽ വരുമ്പോൾ പഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനമെന്ന് മനസ്സിലാക്കുക. ദി ആവറേജ് മിസ്റ്റേക്സ് പെർ കാർഡ് ഈസ്, ഇപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ട്, മിസ്റ്റേക്ക് ആവറേജ് 0.3 ആണെന്ന് പറഞ്ഞാൽ എം മീൻ എന്ന് പറയുന്നത് 0.3 ആണ്. വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർഡ്സ് വിൽ ഹാവ് നോ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഒന്നും വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ 0. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ട് പെർസെൻറ്റേജ് ഓഫ് കാർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് പ്രോബബിലിറ്റി പെർസെൻറ്റേജിൽ പറയണ എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി കണ്ടുപിടിച്ചതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ ടു 0 കാണുക. പി ഓഫ് ആർ ഈക്വൽ ടു 0 കണ്ടുപിടിച്ചാൽ 0.7408 കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർഡ്സ് വിൽ ഹാവ് നോ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 74.08%. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. 1 മിസ്റ്റേക്ക്, പി ഓഫ് ആർ ഈക്വൽ ടു 1 കണ്ടുപിടിക്കാം. നമുക്കറിയാം 0.2222 വരും. ഇപ്പോൾ പെർസെൻറ്റേജ് കാണാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 22.22%. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. 3 മിസ്റ്റേക്ക്, പി ഓഫ് ആർ ഈക്വൽ ടു 3 കാണുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.33% വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സർട്ടൻ ആർട്ടിക്കിൾസ് 0.5% ഓഫ് വിച്ച് ആർ ഡാമേജ് ആർ പാക്ഡ് ഇൻ ബോക്സസ് കണ്ടെയ്നിങ് 120 ഈച്ച്. വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ദി ബോക്സസ് ആർ ഫ്രീ ഫ്രം ഡാമേജ്ഡ് ആർട്ടിക്കിൾസ്?
what proportion contains 2 or more damaged items? ഇവിടെയും ഈ ക്വസ്റ്റ്യനിലും പെർസെൻറ്റേജ് ആയിട്ടാണ് പ്രോബബിലിറ്റി പറയേണ്ടത്. വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ബോക്സസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5% ആണ് ഡാമേജ്ഡ്. ഓക്കെ, ഇപ്പോൾ 5% ആണ് ഡാമേജ് വരുന്നത്. അപ്പോൾ എം എന്ന് പറയുന്ന ഒരു ബോക്സിൽ 120 ഈച്ചാണ്, 120 ആണ് items, articles ഉള്ളത്. 120യുടെ 0.5 എന്ന് പറഞ്ഞാൽ 120 into 0.5/100. അപ്പോൾ 120യുടെ 1% എന്ന് പറഞ്ഞാൽ തന്നെ 1.2 ആണ് വരിക. അപ്പോൾ 0.5% എന്ന് പറഞ്ഞാൽ 0.6. ഇവിടെ 0.6 ആണ് എം വരിക. അവിടെ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുക. എം ഈക്വൽ ടു 120 into 0.5/100 ഈക്വൽ ടു 0.6 ആണ്. ഓക്കെ, അപ്പോൾ എം നമുക്ക് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ദി ബോക്സസ് ആർ ഫ്രീ ഫ്രം ഡാമേജ്ഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 0. പി ഓഫ് ആർ ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക. വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ പെർസെൻറ്റേജ് 54.88% കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് പ്രൊപ്പോർഷൻ കണ്ടെയ്ൻ 2 or more ഡാമേജ്ഡ് ഐറ്റം, രണ്ടോ അതിൽ കൂടുതലോ എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന്. പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 മൈനസ് പി ഓഫ് ആർ ലെസ് ദാൻ ആർ. ഓക്കെ, അപ്പോൾ പി ഓഫ് ആർ ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 0 വരും, പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 1 വരും. ടോട്ടൽ ചെയ്യുക, 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, 0.1219 വരും. പെർസെൻറ്റേജ് കാണും, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 12.19%. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഔട്ട് ഓഫ് 500 items selected for inspection, 0.2% ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഹൗ മെനി lots will contain exactly no defectives if there are 1000 lots? ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് എത്രയാണ് ഒരു എൻ, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഒരു 500 items ഓക്കെ സെലക്റ്റഡ് ഫോർ ഇൻസ്പെക്ഷൻ, 0.2 ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അപ്പോൾ എത്രയാണ് ഡിഫക്റ്റീവ് ആകുന്നത്? 500 into 0.2/100. അപ്പോൾ എത്ര വരും? എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക. എൻ പി എന്നൊക്കെ നമ്മൾ പറയുന്ന എം 1 ആണ് വരുന്നത്. ഓക്കെ, എം ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താ പറഞ്ഞത്? ഫൈൻഡ് ഹൗ മെനി ലോഡ്സ് വിൽ കണ്ടെയ്ൻ എക്സാക്ട്ലി നോ ഡിഫക്റ്റീവ്സ്. ഒരു ഡിഫക്റ്റീവ്സും ഇല്ലാത്ത എത്ര ലോഡ്സ് ഉണ്ടാകും? ഇഫ് ദർ ആർ 1000 ലോഡ്സ്. അപ്പോൾ നമ്മൾ ഒറ്റ ഡിഫക്റ്റീവും ഇല്ലാത്ത ലോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ആദ്യം കണ്ടുപിടിക്കുക. പി ഓഫ് ആർ ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി വാല്യൂ 0.3679 വരും. ഈ പ്രോബബിലിറ്റി കൊണ്ട് 1000 ലോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 368 ലോട്ട്സ് വരും. 367.9 ആണ് വരിക. അപ്പോൾ ലോട്ടുകളുടെ എണ്ണ ആയതുകൊണ്ട് നമ്മളത് റൗണ്ട് ചെയ്ത് 368 ലോട്ട് എന്ന് പറയും. അപ്പോൾ 1000 ലോട്ട് പരിഗണിക്കുമ്പോൾ 368 ലോട്ടിനകത്ത് നമുക്ക് ഡിഫക്റ്റീവ്സ് ഒന്നുമില്ലാത്ത ലോട്ടുകൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കുക, പിന്നെ ഒരു ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ലോട്ട്സ് ഇവിടെ തന്നിട്ടുള്ള അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/5% of the blades produced by a blade manufacturing factory turn out to be defective. The blades are supplied in packets of 10. Calculate the approximate number of packets containing no defectives. 1 defective and 2 defective blades respectively in a consignment of 1 lakh packets. ഒന്നുമില്ല, ഇവിടെ 1 lakh എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ എൻ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? 1/5% of the blades produced by a blade manufacturing company turn out to be defective. അപ്പോൾ ഡിഫക്റ്റീവ് ആകുന്നത് 1/5 ആണ്, 1/5 ആണ്, 1/5%. ഓക്കെ, അപ്പോൾ നോക്കൂ, ബ്ലേഡ്സ് ആർ സപ്ലൈഡ് ഇൻ എ പാക്കറ്റ് ഓഫ് 10 എന്നാണ് പറയുന്നത്. അപ്പോൾ 1/5% എന്ന് പറയുമ്പോൾ 1/5% എന്ന് പറഞ്ഞാൽ 0.2% ആണ്. അതിനർത്ഥം 0.002 എന്നാണ്. ഒരു പാക്കറ്റിനകത്ത് 10 ബ്ലേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എൻ പി എന്നായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞ്, എൻ ഇൻറ്റു പി. അതാണ് ഇവിടുത്തെ എം എന്ന് പറയുന്നത്. എം ഈക്വൽ ടു എൻ പി ഈക്വൽ ടു 10 ഇൻറ്റു 0.002 ഈക്വൽ ടു 0.02 ആണ്. ഓക്കെ, ഇതാണ് എം എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് എം ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് നോ ഡിഫക്റ്റീവ്, 1 ഡിഫക്റ്റീവ്, 2 ഡിഫക്റ്റീവ്. അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ ടു 0 കാണണം, പി ഓഫ് ആർ ഈക്വൽ ടു 1 കാണണം, പി ഓഫ് ആർ ഈക്വൽ ടു 2 കാണണം. ഇതാണ് കാണേണ്ടത്. പിന്നീട് പാക്കറ്റിൻ്റെ എണ്ണം കാണാൻ വേണ്ടി നമ്മൾ 1 കൊണ്ട് അതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നോക്കൂ, ഇവിടെ എത്രയാണ് വരുന്നത്? പി ഓഫ് ആർ ഈക്വൽ ടു 0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.9808 കിട്ടും. അപ്പോൾ എത്ര പാക്കറ്റിൽ നോ ഡിഫക്റ്റീവ്സ് ഉണ്ടാവും എന്നറിയണേ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 98,020 പാക്കറ്റ്സിൽ നോ ഡിഫക്റ്റീവ്സ് ഉണ്ടാകും. ഇനി 1 ഡിഫക്റ്റീവ് ഉള്ളത് പി ഓഫ് ആർ ഈക്വൽ ടു 1 കണ്ടുപിടിക്കുക, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പി ഓഫ് ആർ ഈക്വൽ ടു അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. പി ഓഫ് ആർ ഈക്വൽ ടു 1 എത്രയാണ് വരുന്നത് അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പി ഓഫ് ആർ ഈക്വൽ ടു 2 കണ്ടുപിടിക്കുക, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ആൻസർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ സമയത്ത് നിങ്ങളുടെ ആൻസർ ശരിയല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.